ഹലോ ഗഡീസ്, ഇത്ര സന്തോഷത്തിൽ എൻ്റെ വോയിസ് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. അതെ, ഞങ്ങളൊരു യാത്രയിലാണ്. ഞാനും ശരത്തേട്ടനൊക്കെ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോറിങ് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പൊക്കെ പോയി ഒന്ന് റിലാക്സ്ഡ് ആയി തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് ടു ആ ഒരു എനർജി ലെവൽ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയിലാണ് കേട്ടോ ഞങ്ങൾ. ഹലോ, അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷനായിട്ട് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. സ്ഥലം നമുക്ക് ഓൺ ദ വേ ഞാൻ കാണിച്ചു തരാം. ഒരു രസം കേട്ടോ. നമ്മൾ ഒരു 4 AM ആണ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പം ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ലോങ് ഡിസ്റ്റൻസ് ആണ്. 4 AM നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 12 o'clock ആകുമ്പോഴത്തേക്കൊക്കെ എത്തുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ ഓൺ ദ വേയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാം കേട്ടോ. കാറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന ആളൊന്നല്ല, ടബേന്ന് ഉറങ്ങിപ്പോകും. അതിന് മുന്നേ ഒരു ഇൻട്രോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ വെളുത്തിട്ട് അതും പറഞ്ഞ് കയറി കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചപ്പോഴാണ് ശരത്തേട്ടൻ ചോദിക്കുന്നത്, നീ ആ സാധനം എടുത്തോ, ഈ സാധനം എടുത്തോ, ചാർജർ എടുത്തോ. എനിക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി. 4 മണിക്ക് മുന്നേ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് ഞാൻ ധൃതി വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ആകെ നായിട്ടോ. പിന്നെ എനിക്ക് തന്നെ കൺഫ്യൂഷനായിപ്പോയി, ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടോ ദൈവമേ എന്നൊക്കെ കേട്ടോ. ഇങ്ങനെ ധൃതി പിടിച്ച് വണ്ടിയിൽ കയറ്റി ഓടിച്ചിട്ട് കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ കെട്ടിയവൻ അങ്ങനെയാണ് കേട്ടോ. കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആ ടൈമിന് തന്നെ ഇറങ്ങിക്കോട്ടെ. ഞങ്ങളും ഏറെക്കുറൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് ഇറങ്ങുന്നതിന് മുന്നേ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് ഇറങ്ങുന്നതാണ് ഇഷ്ടം കേട്ടോ. ശരത്തേട്ടൻ എല്ലാം ചെയ്തിട്ടുണ്ടാവും. എന്നാലും കാറ് കയറി കഴിയുമ്പോൾ ഒരു ചോദ്യമുണ്ട്. അതാണ് എന്നെ കൺഫ്യൂസ്ഡ് ആക്കാറുള്ളത്. അങ്ങനെ നമ്മൾ എവിടെ എത്തിയെന്നറിയോ? എനിക്കും അറിയില്ല കേട്ടോ എവിടെ എത്തിയെന്നുള്ളത്. ദ്വാരക എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ട് കണ്ടു. ഞങ്ങൾക്കാണെങ്കിൽ കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശപ്പം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. ആക്ച്വലി ഞാനും ശരത്തേട്ടനും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ കാറിൽ പോകുമ്പോൾ ഞാൻ കയറി കിടന്ന് ഉറങ്ങാൻ പതിവ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ. പക്ഷെ ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയി കണ്ടപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഭയങ്കര വിശപ്പാണ് ഞങ്ങൾക്ക് കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ 6 മണിക്ക് ആവുന്നുള്ളൂ കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാം. നല്ല ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. ഞാനും തനുക്കുട്ടിയും കൂടിയിട്ട് അവിടെ സൈഡിൽ വാഷ്റൂമും ടോയ്ലറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടെ കളിക്കാനായിട്ടുള്ള ചെറിയൊരു സെറ്റപ്പ് കണ്ടത്. അപ്പോൾ തനുക്കുട്ടി ഇരിക്കാൻ നോക്കിയപ്പോൾ അവിടെ വെള്ളമായിരുന്നു കേട്ടോ. നല്ല മഞ്ഞല്ലേ, അത് കാരണം കൊണ്ട്. പിന്നെ നമ്മൾ തിരിച്ചെത്തി ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ അപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. തനുക്കുട്ടി പൂരി പറഞ്ഞു, ഞാൻ മസാല ദോശ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ. നല്ല രസമുള്ള ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഈ തണുപ്പത്ത് ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് നല്ല കോഫിയും ഇതൊക്കെ കൂടി കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പോഴത്തേക്കും നേരൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും കാറിൽ കയറി. അപ്പോൾ ATM കയറിയിട്ട് കുറച്ച് പൈസ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയായിരുന്നു, എന്തെങ്കിലുമൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോകാൻ തുടങ്ങിയത് മക്കളൊക്കെ ഒന്ന് ഇച്ചിരി വലുതായതിന് ശേഷമാണ് കേട്ടോ. എനിക്ക് ചെറുപ്പത്തിൽ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും കാണാനും കേൾക്കാനും ഒന്നിനും പറ്റില്ലായിരുന്നു. പിന്നെ ഇവരൊക്കെ ഇത്രയൊക്കെ ആയപ്പോഴാണ്, തനുക്കുട്ടിക്ക് ഒരു 3 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇച്ചിരി ഫ്രീ ആയി എന്ന് തോന്നിയത് കേട്ടോ. അപ്പോഴാണ് ഞാനും ശരത്തേട്ടനും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ പിന്നെ ഞങ്ങൾ കിട്ടുന്ന ഒരു അവസരം പാഴാക്കില്ല. ഞങ്ങൾ അങ്ങ് പെട്ടിയെടുക്കും, പോവും, ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വീണ്ടും കയറിയിട്ടുണ്ട് കാറിൽ. അപ്പം ഫാസ്ടാഗിനകത്ത് പൈസ ഇടുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സൈഡിലൊന്ന് ഒതുക്കിയതാണ് നമ്മളിപ്പോൾ എവിടെ എത്തിമത്തെ. അപ്പോൾ ഏത് സ്ഥലം എത്തിയതെന്ന് അറിയില്ല. നല്ല മഞ്ഞുണ്ട് കേട്ടോ പുറത്ത്. നല്ല ഫോഗുണ്ട് നന്നായിട്ട്. അത് കാരണം കൊണ്ട് തണുപ്പായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച അടിപൊളി ഫുഡായിരുന്നു. ദ്വാരക എന്ന് പറയുന്ന ഹോട്ടലാണ് കേട്ടോ. അത് എവിടെയാണെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്ക് ബാംഗ്ലൂരിൻ്റെ ഉള്ളിൽ നിന്ന് എന്നിട്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പുലർച്ചെ 4 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു.
വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഈ പോകുന്ന വഴിക്ക് ഞാൻ കുറേ അങ്ങനെ എടുക്കുന്നില്ല, നമ്മുടെ സ്ഥലം കവർ ചെയ്യേണ്ട കാരണം കൊണ്ട്. പിന്നെ അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണ് തുറന്നപ്പോൾ ചേർത്തരം പറഞ്ഞു ലഞ്ച് കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ അത്രയും സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങളിതാ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് ആര്യൻസ് റിസോർട്ട് എന്നാണ് കേട്ടോ. അത് ശരി, ഞാൻ ഇപ്പോഴാണ് കണ്ടത് ആര്യൻ എന്നാണ്, ആര്യൻസ് എന്നല്ല കേട്ടോ. അപ്പോൾ ആര്യൻ റിസോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് പൂളുണ്ട്. പിള്ളേർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവർ പറഞ്ഞത് അമ്മേ നമുക്ക് ഇതിനകത്ത് കയറാം ചാടാം എന്നൊക്കെ കേട്ടോ. നല്ല വെയിലുള്ള സമയത്ത്, പക്ഷേ ഈ ഒരു ഭാഗത്ത് നല്ല തണലുണ്ടായിരുന്നു. അവർ ഞങ്ങൾ വരുന്ന സമയത്താണ് ഇതിനകത്ത് വെള്ളം മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയ വെള്ളമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അവർ വന്ന് റൂമൊക്കെ കാണിച്ച് തന്നു. എല്ലാം നോക്കിയിട്ട് പോയി. AC ഇതെല്ലാം ഓൺ ചെയ്തിട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സീസൺ ആയിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്ന സമയമാണ്. നമുക്ക് ഹോട്ടലിലൊക്കെ ബുക്ക് ചെയ്യാൻ, പ്രത്യേകിച്ച് നമ്മൾ തലേദിവസമൊക്കെയാണ് നോക്കിയത്. അത് കാരണം കൊണ്ട് നല്ലതായിട്ട് ബുദ്ധിമുട്ടി റൂംസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി കിട്ടിയ റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഡിലക്സ് റൂമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇതിന് അവർ റേറ്റ് വാങ്ങിച്ചത് നിയർ 10,000 അടുത്തായിട്ടുണ്ടായിരുന്നു, ടാക്സ് അടക്കം കേട്ടോ. അപ്പോൾ ഒരു 9,000 സംതിങ്, 10,000 അറൗണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റ ദിവസത്തെ സ്റ്റേക്കാണ് അത്രയും രൂപയായത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഹൈലി പ്രൈസ്ഡ് ആയിട്ട് തോന്നി. ഇനിയിപ്പം ഇതുപോലെ വെക്കേഷൻ ആയതുകൊണ്ടാണോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. തനുക്കുട്ടി ബാത്റൂം എവിടെയെന്ന് അന്വേഷിച്ചിട്ട് നടക്കുമായിരുന്നു. അവസാനം ശരത്തേട്ടൻ വന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ തനുക്കുട്ടി ടോയ്ലറ്റിലൊക്കെ പോയിട്ടുണ്ട്. ഞാനിങ്ങനെ പുറത്തേക്ക് വരുവാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു, നല്ല വെയിലൊക്കെ വരുന്ന ഒരു ബാൽക്കണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും തുണി നനഞ്ഞ കൊണ്ടുപോയിട്ട് ഉണക്കാനായിട്ട് ഒരു സ്ഥലമായി എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത കേട്ടോ. റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 2:30 കഴിഞ്ഞു കേട്ടോ ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും. 2 മണിക്കായിരുന്നു നമുക്ക് ചെക്കിങ് ടൈം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2:30 പോയി. നമ്മൾ പുലർച്ചെ 4 മണിക്ക് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടതാണ്. എന്നിട്ടാണ് ഉടുപ്പിയിൽ എത്തിയപ്പോൾ ഈ സമയമായിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്, എല്ലാം നടക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ റൂമിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ റൂം കാണിച്ചു തന്നല്ലോ. ഈ പറഞ്ഞ പോലെ അടുക്കള നമ്മളെ വിട്ടിട്ട് പോകണ പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നപ്പോഴേ ആദ്യം കണ്ടത് ഫ്രിഡ്ജും ഓവനും പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന സിങ്കും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ദൈവമേ എവിടെ പോയാലും അടുക്കള കൂടി ഉണ്ടോ എന്നെനിക്ക് തോന്നിപ്പോയി. അപ്പോൾ എനിവേ ഇത് ചുമ്മാ നമുക്ക് ഒരു ചായ ഇട്ട് കുടിക്കണമെങ്കിലോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കി കഴിക്കണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഇതൊന്നും തുറക്കാനോ തൊടാൻ പോലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. നമ്മൾ റിസോർട്ടിൽ ഇന്ന് ഒരു ദിവസമാണ് ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നത്. നാളെ ഉച്ചയ്ക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യും ഇവിടെ നിന്ന്. അതിന് മുന്നേ ഇവിടെയുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് പോയി കാണണം. ഇപ്പം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സമയം 3 മണി 3:15 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് ഒരു ബീച്ചുണ്ട്, അതുപോലെ നമുക്ക് ഒരു ഐലൻഡ് കാണാനായിട്ട് പോകണം. അപ്പോൾ അത് കാണാനായിട്ട് പോകണം. അപ്പോൾ അവിടെ 4:30 വരെ എങ്ങാണ്ടാണ് എൻട്രി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഉള്ളവർ പറഞ്ഞത്, റിസപ്ഷനിൽ പറഞ്ഞത് അങ്ങനെയാണ്. അത് കാരണം കൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് ശരത്തരം പറയുന്നത്. ഞാനിപ്പോൾ റൂമിലേക്ക് കയറി വന്ന് ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് ഈരിക്കെട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറിലൊക്കെ ഇരുന്ന് ആകെ ഇങ്ങനെ ചപ്രപപ്രയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഈരി കെട്ടിയിട്ടുണ്ട്. പിന്നെ ശരത്തരം പറയുന്ന പോലെ വലിയ ഒരുക്കപ്പാടിനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമുക്കറിയില്ലല്ലോ അവിടെ ഇനി ക്യൂ ഉണ്ടോ, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇതുവരെയ്ക്കും വന്നിട്ടുമില്ല. അപ്പോൾ ഒരു ഐഡിയ ഇല്ല ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നേരെ ആ ഒരു ഐലൻഡും ബീച്ചും നമുക്ക് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്താണ് ബീച്ചിൻ്റെ പേരെന്താണെന്ന് ഞാൻ ശരത്തേനോട് ചോദിച്ചിട്ട് പറയാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രിഡ്ജുണ്ട്, മൈക്രോവേവ് ഓവൻ ഉണ്ട്, പിന്നെ പാത്രം കഴുകുന്ന സിങ്ക് ഉണ്ട്, സോഫ, ഇവിടെ ഒരു കോച്ച് അത് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അകത്തൊരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, 2 ഹാളിലും ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ബെഡ്റൂമിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളി സെൻട്രലൈസ്ഡ് AC ആയിട്ടുള്ള റൂംസാണ്. നല്ലതാണ് കേട്ടോ. സെറ്റപ്പൊക്കെ കാണാനും നല്ല വൃത്തിയും ഒക്കെ ഉണ്ട്. നല്ലതാണ് കേട്ടോ. ഇത് എനിക്കിഷ്ടപ്പെട്ടു. ആര്യൻസ് റിസോർട്ട് എന്നാണ് എൻ്റെ പേര്. പിന്നെ പുറത്ത് കണ്ടല്ലോ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക്
അതൊക്കെ ഇഷ്ടമാണ് അവർക്ക്. പക്ഷെ നമുക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ എല്ലാവരും ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തനുക്കുട്ടി പതുക്കെ ആങ്ങി വരുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക്. അപ്പോൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇങ്ങനെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിക്കും. ഞാൻ ഡ്രസ്സൊന്നും മാറുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്താ പരിപാടിയൊന്നും അറിയില്ല. ഡ്രസ്സൊക്കെ മാറി ആകെ ഞാൻ 4 തുണി പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ബീച്ചിലൊക്കെ പോയി നനയോ ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അവിടെ ഇറക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ബീച്ച് ഏത് ബീച്ച് മൊത്തം ഏതാ ബീച്ചിൻ്റെ പേരെന്താ? കുട്ടികളുടെ ബഹളം കാരണം കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ പറയുന്നത്. മാൽപ്പേ ബീച്ച് എന്നാണ് ശരത്തേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് എന്താണ് കാണാനുള്ളത് എന്നൊക്കെ. ബീച്ചിൽ എന്താ കുറേ നാളത്തെ ആഗ്രഹമാണ് കുട്ടികൾക്ക്, ബീച്ചിൽ പോകണം. നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബീച്ചും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, സിറ്റി അല്ലേ. അപ്പോൾ ഇവർക്ക് ലാസ്റ്റ് ടൈം നമ്മൾ രാമേശ്വരത്തൊക്കെ പോയപ്പോൾ ബീച്ചിലോട്ട് ഭയങ്കര ഒരു അട്രാക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് പിടിച്ചത്. പിന്നെ നമ്മൾ എന്താ പറയുക, മൂകാംബികയിൽ വന്നിട്ടുണ്ടെങ്കിലും ഉടുപ്പി അന്ന് കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഉടുപ്പിയിലൊക്കെ ടെമ്പിളിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഐലൻഡ് കാണാൻ പോകും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഐലൻഡ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ ഐലൻഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഒരു ഐലൻഡ് നേരിട്ട് പോയിട്ട് കണ്ടിട്ടൊന്നുമില്ല. നമുക്ക് പോവാം. ഞാൻ എന്താ പറയുക, കാലത്ത് പുറപ്പെട്ടപ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെയാണ്, ഞാൻ മാറുന്നില്ല കേട്ടോ. എന്താണെങ്കിലും നമുക്ക് പോയിട്ട് ശരത്തേനും പിള്ളേരെയും വിളിച്ചിട്ട് പുറത്തേക്കാം. തനുക്കുട്ടി ഭയങ്കര ആവേശത്തിലായിരുന്നു കേട്ടോ. ഭയങ്കര ഷോ ഒക്കെ കാണിച്ചിട്ടാണ് പറന്ന് വരുന്നുണ്ടായിരുന്നു. ശരിക്കുണ്ടല്ലോ ഈ മണലുണ്ടല്ലോ ചുട്ടു പഴുത്തിട്ടേ ഇരിക്കുന്നത് കേട്ടോ. കാല് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നിന്നാലേ കഥ മനസ്സിലാവുള്ളൂ. കൈ കൊണ്ടൊക്കെ തനുക്കുട്ടി കോരുന്നൊന്നും നോക്കണ്ട. പക്ഷെ മണലിന് ഭയങ്കര ചൂടായിരുന്നു. കുറച്ച് കപ്പലിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലോ വറുത്ത് വരും. അമ്മാതിരി ചൂടുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചാലും നിങ്ങൾക്ക് കേൾക്കില്ല കേട്ടോ. നമ്മൾ ബീച്ചിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഉഗ്രം വെയില്. കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. ഈ 3 മണി നേരത്തും ചൂടൊന്നും വകവയ്ക്കാതെ ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടോട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് കാല് നനയ്ക്കാൻ മടിയായിരുന്നു. എൻ്റെ വിചാരം എന്താണെന്ന് അറിയോ, കടലിലെ വെള്ളത്തിന് ഭയങ്കര ചൂടായിരിക്കും എന്നാണ് കേട്ടോ. ഞാൻ പതുക്കെ നടന്ന് അങ്ങോട്ട്, ഇവിടെ ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ വെള്ളത്തിന് ചൂട് കാണില്ല അല്ലേ എന്നുള്ളത് കേട്ടോ. പഠിച്ചിട്ടൊക്കെ ഉണ്ട്, നല്ല ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കടൽ കാണുന്നത്. ഇപ്പോൾ രാമേശ്വരം പോയപ്പോൾ കണ്ടെങ്കിലും ഇങ്ങനെ എൻജോയ് ചെയ്യാനുള്ള സമയമൊന്നും അന്നേരം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ആ ഒരു ബോട്ടൊക്കെ കണ്ടോ, ഇതിനകത്താണ് നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ശരത്തരൻ ചോദിച്ചറിഞ്ഞ് വന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കിടന്ന് പതുക്കെ നടക്കായിരുന്നു. നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ നമ്മളും കുട്ടികളാവുമല്ലോ വെള്ളമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ കൂടെ പതുക്കെ നടക്കുമായിരുന്നു. എൻ്റെ അടുത്ത് ആരോ പെഡിക്യൂർ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാല് കണ്ടോ, ഈ കാലിപ്പോൾ നല്ല വൃത്തിയിലല്ലേ ഇരിക്കുന്നത്. ഇനി ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതാകെ ടാൻ അടിച്ച് അടിപൊളിയായിട്ട് കറുത്ത് കരിമാക്കാനെ പോലെയാവും. അപ്പോൾ അന്നേരം ഞാൻ പെഡിക്യൂർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ കാല് ഇതേ അവസാനമായിട്ട് ഇങ്ങനെ കണ്ടോളൂ കുട്ടികളെ. കാല് കൈ മാത്രമല്ല നമ്മുടെ ഫേസും ഒക്കെ നന്നായിട്ട് ഡള്ളാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി കുറേ സണ്ണിൻ്റെ ഒരുപാട് ചൂട് കൊണ്ടു അല്ലെങ്കിൽ ക്ലൈമറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും, എല്ലാം കൊണ്ടും നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ പൊതുവേ ഡള്ളാവുന്ന ഒരു സ്കിൻ ടോണാണ് എനിക്കുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്കിൻ കെയറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രിപ്പ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം അത്രയും വെയിൽ ഞാനും ശരത്തേനും കുട്ടികളും കൊണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ എൻജോയ് ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്കതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. ഇതൊക്കെ സഹിക്കാൻ പറ്റാത്തവർ ട്രിപ്പിന് പോകരുതെന്നേ ഞാൻ പറയുള്ളൂ. അത് കാരണം ഞങ്ങളിതൊന്നും വകവയ്ക്കാറേ ഇല്ല കേട്ടോ. നമുക്കതൊക്കെ പിന്നെ ശരിയാക്കിയിട്ട് എടുക്കാമല്ലോ. നമ്മുടെ കയ്യിൽ മാർഗ്ഗങ്ങളുണ്ടല്ലോ, നാച്ചുറലായിട്ടുള്ള എത്രയോ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് ശരിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാമെന്നാണ് ഈ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ശരത്തേട്ടനെയും എന്നെയൊക്കെ നല്ല സൺലൈറ്റ് കൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ആ മുഖത്തേക്ക് ആ വെയിലടിക്കുമ്പം. അപ്പോൾ അങ്ങനെ അവസാനം നമ്മുടെ ബോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഐലൻഡിൽ പോകാനായിട്ട്, ഇതിന് ബോട്ടിനൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളുടെ പെർ ഹെഡ് 400 റുപ്പീസാണ് ആയത്. തനുക്കുട്ടിക്ക് വേണ്ടായിരുന്നു കേട്ടോ. അപ്പം 400 രൂപയാണ് ഒരാൾക്ക്
ഇതിൽ കയറി ഐലൻഡിലേക്ക് പോകാനായിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഇങ്ങനത്തെ ബോട്ടുണ്ട്, കുറച്ച് ആൾക്കാരായിട്ട് ഒരു 10 ആൾക്കാരായിട്ട് പോകുന്ന ബോട്ടുമുണ്ട്, വലിയ ഒരുപാട് ആൾക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന ബോട്ടുമുണ്ട്. അപ്പം നമ്മളെങ്ങനെ കുത്തി നിറച്ച് പോയാൽ നമുക്കത് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത്രയും ചാർജുള്ള ബോട്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ. എനിക്ക് 400 രൂപയ്ക്ക് ഇത്തിരി അധികമല്ലേ എന്ന് തോന്നിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് 400 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി പോകണമെങ്കിൽ എത്ര രൂപയാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഫൈനലി നമ്മളുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഇരമ്പലും നല്ല രസമായിരുന്നു കേട്ടോ അത്. ഈ ഒരു തീരത്ത് നിന്ന് ആ ഒരു ഐലൻഡിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു പെട്ടെന്ന് എത്തുന്നു, പക്ഷെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം ദൂരം ഈ ഒരു തീരത്ത് നിന്നും ഐലൻഡിലേക്ക് ഉണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് ഈ കടലിൽ കൂടെയുള്ള യാത്ര നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ കണ്ടോ, നമ്മുടെ പോലത്തെ സെയിം ബോട്ടാണ് ഈ പോകുന്നത്. ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് നമ്മളും പോയത്. ഒരു 10-15 ആൾക്ക് കയറാം, അത്രേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ദാ ദൂരെ കണ്ടോ മരങ്ങളൊക്കെ നിൽക്കുന്നത്, അതാണ് നമ്മുടെ ഐലൻഡ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഐലൻഡിൽ കാല് കുത്താനായിട്ട് പോകുന്നത്. ഇപ്പം ഈ കണ്ട പോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിലൊന്നും കയറിയൊന്നുമില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇത് കടലാണ്, അതിനകത്തേട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ പറ്റുമെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. അത് കാരണം കൊണ്ട് കണ്ടിട്ടുള്ള സന്തോഷമൊക്കെ മതിയെന്ന് ഞാൻ മുന്നേ ശരത്തേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര യാത്ര ചെയ്തിട്ട് ആ ഐലൻഡിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇത്രയും വർത്താനം പറഞ്ഞിട്ടും നമ്മൾ ആ ഐലൻഡിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ ആ ബോട്ടിൽ കയറിയപ്പോഴും. ആ ഐലൻഡിലേക്ക് എത്താൻ ഒരുപാട് ദൂരമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വലിയ ബോട്ടുണ്ട്, അതിൽ ഒരുപാട് ആൾക്കാരെ കയറ്റുന്നു. ആ സൈഡിൽ കാണുന്നതാണ് കേട്ടോ അത്. അതിൽ ഒത്തിരി ആൾക്കാരുണ്ട്, നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ ഭയങ്കര റിസ്കി ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഫൈനലി നമ്മളിതാ ആ ഒരു തീരത്തേക്ക് അടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐലൻഡ്. നല്ല പച്ചപ്പിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാനില്ലേ. നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇവിടെ. ഭയങ്കര രസമായിരുന്നു. നമ്മൾ കടലിൻ്റെ ഒരു നടുക്ക് ഭാഗത്താണ് നിൽക്കുന്നതെന്നുള്ള ഫീലൊന്നും നമുക്ക് തോന്നില്ല. നമ്മളൊരു എന്താ പറയുക, ഒരു തീരത്ത് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പും കൂളായിട്ടുള്ള, ഒട്ടും വേവ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ. പിക്കു ബോട്ടിൽ നിന്ന് ഇറങ്ങിയതും ആവേശം കൊണ്ട് കടലിലേക്ക് അങ്ങ് എടുത്ത് ചാടിട്ടോ. നല്ല ക്ലിയർ വാട്ടറായിരുന്നു, നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ല സുഖമുള്ള, വലിയ ആഴമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ ഈ ഒരു അരിക് ഭാഗത്ത്. സ്വദേശികളായിട്ടും വിദേശികളായിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഐലൻഡിലേക്ക് വരുന്നവരുടെ എണ്ണം ഈ ഒരു സമയത്ത് കുറവായിരുന്നു. കാരണം ആൾക്കാരൊക്കെ ബീച്ച് ആ ഒരു ചൂട് മാറിയിട്ട് വരാനുള്ള ഇതിലായിരുന്നിരിക്കാം. ഞങ്ങൾ ഈ നട്ടപ്പുറ വെയിലത്ത് വന്നതെന്ന് വെച്ചിട്ട് എല്ലാവരും അതുപോലെ ചെയ്യണം എന്നൊന്നുമില്ലല്ലോ. അങ്ങനെ കുട്ടികൾ അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേരൊക്കെ ചാടിത്തുള്ളലിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ശരത്തേട്ടൻ അവിടെ കൂനിക്കൂടി ഇരിക്കുന്നുണ്ട്. പോയി ചോദിച്ചപ്പോഴാണ് പുറം വേദന എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളൊരു 8-9 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിപ്പിച്ചിട്ടല്ലേ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു, 2 ഫോട്ടോയെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് കുറേ ഷെല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരത്തേക്ക് വന്ന് അടിയുന്നത് കൊണ്ട് നല്ല ഉരുണ്ട കല്ലുകൾ ഇതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആ ഫിഷ് ടാങ്ക് ഉള്ള കാരണം കൊണ്ട് ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് കുറേ ഷെല്ലും കാര്യങ്ങളൊക്കെ പറക്കി കൂട്ടി. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഡിസൈനുള്ള കുറേ ഷെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല പല കളറിലുള്ള കല്ലുകൾ, ഉരുളൻ കല്ല്, നല്ല ഭംഗിയാണ്. ഇതിൽ കൂടെ നടക്കാൻ നമുക്ക് കാലൊന്നും വേദന എടുക്കില്ല കേട്ടോ. നല്ല ഉരുണ്ടിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. ജീൻസ് ഇതൊന്നും ഉണങ്ങില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരമൊക്കെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ എനിക്ക് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും അങ്ങ് വെള്ളത്തിലേക്ക് ഇറങ്ങി. പിന്നെ പിള്ളേർ ഭയങ്കര എൻജോയ് ചെയ്യലായിരുന്നു. അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അവരാദ്യമായിട്ടാണ് ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ കളിച്ച് രസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബീച്ചൊക്കെ കണ്ടെങ്കിലും ഇത്രയും ക്ലിയർ വാട്ടറോ അങ്ങനത്തെ രസമൊന്നും അന്നേരം തോന്നിയിട്ടില്ലായിരുന്നു. ഭയങ്കര ഡേർട്ടി വാട്ടറായിരുന്നു രാമേശ്വരത്തൊക്കെ. ഭയങ്കര മോശമായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര
ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ പോലത്തെ വെള്ളമാണ്. നമുക്ക് താഴെ ഭാഗം അടിത്തട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അത്രയും രസമുള്ള ഒരു വാട്ടർ കേട്ടോ. അപ്പോൾ കുട്ടികൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ചുക്കി ചുളിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അയ്യോ ഇങ്ങനെ എന്താണ് നമ്മൾ വെള്ളത്തിൽ ഇത്രയും കളിക്കുന്നതെന്നൊക്കെ തോന്നും. ചിലർക്ക് പേടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഒരു ഏരിയ വിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് അനുവാദമില്ല. അവിടെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ നെറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ കടലിലോട്ട് അങ്ങോട്ടേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല അവിടെ ഇങ്ങനെ തിരയും കാര്യങ്ങളൊന്നുമില്ല. അത് കാരണം കൊണ്ട് നമ്മൾ തിരയെടുത്ത് കടലിലോട്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ ബോട്ടിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇതേ കണ്ടോ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്, വാട്ടർ സ്പോർട്സ്. അത് ഒത്തിരി ഉണ്ട് കേട്ടോ, പലതരം ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും ചെയ്തില്ല. അങ്ങനെ നമ്മളിതാ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ സൺസെറ്റൊക്കെ ആയിരുന്നു. ഐലൻഡിൻ്റെ ഭാഗം പോലെ ആയിരുന്നില്ല കേട്ടോ. അവിടെ പൈസ കൊടുത്ത് പോകണ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു അത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പുറത്തെ ഭാഗത്ത് എൻ്റെ ദൈവമേ ജനത്തിരക്കായിരുന്നു കേട്ടോ. ഫുൾ വെള്ളത്തിലായിരുന്നു ആൾക്കാർ. ഞങ്ങൾ പിന്നെ വീണ്ടും വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നിന്നില്ല. പിന്നെ നമ്മൾ കരയിലോട്ട് അങ്ങ് കയറുകയായിരുന്നു ചെയ്തത്. നമുക്ക് തിരിച്ചു പോവണ്ടേ. പിന്നെ ഇതൊക്കെ ഉണക്കി നല്ല ടയേർഡും ആയിരുന്നു യാത്ര ചെയ്തിട്ട്. പിന്നെ കഴിക്കാനും കുടിക്കാനൊക്കെ കുറച്ച് റിസ്ക്കിയാണ്. അത്ര എന്താ പറയുക ഹൈജീനിക് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഈ കടലിലൊക്കെ കളിച്ചിട്ടുള്ള ദാഹം കൊണ്ട് ഞാനൊരു ലെമൺ ജ്യൂസൊക്കെയാണ് ഞാൻ വാങ്ങിച്ചു കുടിച്ചത് കേട്ടോ. എനിക്ക് പേടിയായിരുന്നു ആക്ച്വലി. കുട്ടികൾക്ക് വരുമോ എന്നുള്ളതാണ് മെയിൻ ടെൻഷൻ. ഇവിടെ ഇത്രയും ഷേക്കിൻ്റെ കടകളുണ്ട്, ജ്യൂസിൻ്റെ കടകളുണ്ട്. പിന്നെ കോണൊക്കെ നല്ല വേവിച്ചത് കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. ഡേഞ്ചറസ് അല്ലാത്ത ഫുഡൊന്നും കഴിക്കണതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാണ്ട് കണ്ണി കണ്ടത് മുഴുവൻ കഴിച്ചാൽ ചിലപ്പോൾ വയറിന് പണി കിട്ടാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ എണ്ണയിൽ വറുത്തതും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും മേടിച്ചില്ല. കാരണം ആ വറക്കുന്ന പാത്രവും എണ്ണയൊക്കെ കണ്ടാൽ അത് കഴിക്കാനായിട്ട് തോന്നില്ല. ഇതിൻ്റെ കളറും കണ്ടാൽ തോന്നില്ലായിരുന്നു. അത്രയും റീയൂസ്ഡ് ആയിട്ടുള്ള ഓയിൽസൊക്കെയാണ്. അങ്ങനെ ഇച്ചിരി നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ച് ഞങ്ങൾ വീണ്ടും നമ്മുടെ റിസോർട്ടിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴാണ് കഥ മാറിയത്. എൻ്റെ ദൈവമേ, അവിടെ അതിലേറെ വിശേഷം. അവിടെ അപ്പോഴത്തേക്കും ഇവരുടെ ഈ ഒരു സൈഡിൽ വാട്ടറിൻ്റെ ഒരു വാട്ടർ പാർക്ക് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ആൾക്കാരും അതിനകത്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം നിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പിന്നെ അവർ അങ്ങോട്ടേക്ക് എടുത്ത് ചാടി. നമ്മൾ ഇവരവിടെ സൈഡിൽ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് മേലൊക്കെ വെള്ളം നനച്ച് ഒഴിപ്പിച്ചായിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ ഇറക്കിയത് കേട്ടോ. കാരണം കടലിലത്തെ വെള്ളമല്ലേ, അത് ശരീരത്തിൽ നിന്ന് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെള്ളം നനപ്പിച്ചിട്ടാണ് ഇവരിതിലേക്ക് ഇറക്കിയത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് പോകുമ്പോഴേക്കും ഒരു നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നുള്ളൂ. ഒരുപാട് ലെങ്ത് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.